എല്ലാവർക്കും നമസ്കാരം. പാഷൻ ടു ബിസിനസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം ഒരു സ്ക്രാച്ചിൽ നിന്ന് എങ്ങനെ ഒരു മൾട്ടി മില്യൺ ബിസിനസ്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. നമുക്ക് ചുറ്റിലും നോക്കിയാലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, ഒരുപാട് ബിസിനസ് ഐഡിയാസ് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ സൊമാറ്റോ, സ്വിഗ്ഗി, യൂബർ ടാക്സി, ഇതൊക്കെ ഓരോരുത്തരുടെ മനസ്സിൽ വിരിഞ്ഞിട്ടുള്ള ആശയങ്ങളാണ്. അവരതിനെ എങ്ങനെ ഒരു വളരെ മികച്ച സർവീസാക്കി അല്ലെങ്കിൽ ഒരു മികച്ച ബിസിനസ്സാക്കി മാറ്റി എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എന്തായിരിക്കാം അങ്ങനെ ഒരു പ്രോഡക്റ്റ് കണ്ടെത്തുന്നതിലൂടെ അവർ എങ്ങനെയായിരിക്കാം അങ്ങനെ ഒരു പ്രോഡക്റ്റ് അവർ കണ്ടെത്തിയിട്ടുണ്ടാവുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു കസ്റ്റമറുടെ ഒരു പെയിൻ പോയിന്റ് അല്ലെങ്കിൽ അവരുടെ ഒരു ആവശ്യം നിറവേറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കണം, അവരുടെ ഒരു പ്രശ്നത്തിനുള്ള അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആയിരിക്കണം ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു പ്രോഡക്റ്റ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചാൽ അതൊരു മികച്ച വിജയമാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. സോ നമ്മൾ അങ്ങനെ ഒരു പ്രോഡക്റ്റ് കണ്ടെത്തുകയും നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുകയും ചെയ്യുമ്പോൾ നമ്മൾ മാത്രമായിരിക്കില്ല ആ മാർക്കറ്റിൽ. സോ നമ്മുടെ അവിടെ മാർക്കറ്റിൽ നമുക്ക് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവാം. ആ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണെന്ന് തിരിച്ചറിയുക, അവർ എന്ത് പ്രോഡക്റ്റാണ് കൊടുക്കുക, അവരുടെ ആ പ്രോഡക്റ്റ് നമുക്ക് കമ്പാരിസൺ അല്ല നടത്തുന്നത്, അവരെക്കാൾ കൂടുതൽ മികച്ചതാക്കാനായിട്ട് നമ്മുടെ ഒരു പ്രോഡക്റ്റ് സർവീസ് മികച്ചതാക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാം. നമുക്ക് എപ്പോഴും കോമ്പറ്റീഷൻ ഉണ്ടാവും, ഏതൊരു ഫീൽഡ് എടുത്താലും കോമ്പറ്റീഷൻ ഉണ്ടാവും. സോ നമ്മളൊരു കമ്പാരിസൺ അല്ല നടത്തേണ്ടത്, പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ മികച്ചതാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രോഡക്റ്റ് സർവീസും ഏറ്റവും എങ്ങനെയൊക്കെ മികച്ചതാക്കാൻ പറ്റുമോ അത്രത്തോളം മികച്ചതാക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ പ്രൊഡക്റ്റ് വിറ്റ് കിട്ടുന്ന ആ സെയിലിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിനെ നമുക്ക് അതിൽ നിന്ന് റീഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യുക. വേണ്ടി വന്നാൽ നമുക്ക് ലോണുകളെല്ലാം എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് തക്കതായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്തിക്കൊണ്ട് നമുക്ക് കൂടുതൽ ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെയെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ബ്രാൻഡിങ് ആക്കി മാറ്റാനായിട്ട്, നമ്മുടെ ഒരു ബിസിനസ്സിനെ ഒരു ബ്രാൻഡാക്കി മാറ്റാനായിട്ടാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മളൊരു ബ്രാൻഡിങ്ങിനാണ് ഇപ്പോൾ വളരെയധികം പ്രാധാന്യമുള്ളത്. ആളുകളെല്ലാം ബ്രാൻഡ് നോക്കിയിട്ടാണ് ഇപ്പോൾ മിക്കതും ചൂസ് ചെയ്യുന്നത്. സോ ആ ഒരു ബ്രാൻഡ് നെയിം കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ നമുക്ക് സാധാരണയായിട്ട് നമ്മൾ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരുപാട് ഐറ്റംസ് നെയിം ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ബ്രാൻഡഡ് അല്ലാത്ത ഐറ്റംസ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടാൽ നമുക്കത് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതേസമയം ഒരു ബ്രാൻഡഡ് ആയിട്ട് ഒരു ഐറ്റം നമ്മുടെ ഷോപ്പിംഗ് മാളിലോ അങ്ങനെയൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്കത് വിശ്വാസത്തോടു കൂടി തന്നെ നമുക്കത് എടുക്കാനായിട്ട് സാധിക്കും. സോ ഒരു ബ്രാൻഡ് നെയിം ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബിസിനസ്സിൽ. അതിനായി നമുക്കിപ്പോൾ മാർക്കറ്റിങ്ങിനും സെയിൽസിനൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയ വളരെയധികം ഉപയോഗിക്കാം. നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എല്ലാം വളരെയധികം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ കൃത്യമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ എല്ലാം ഉപയോഗിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ എപ്പോഴും ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്തു, വീണ്ടും നമ്മളത് വാങ്ങിക്കണമെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റിന് വളരെയധികം നല്ല രീതിയിലുള്ള മികച്ച ക്വാളിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രൈസിങ് ആണെങ്കിലും വളരെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിങ് ആയിരിക്കണം. കാരണം നല്ലൊരു ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മൾ പ്രൈസ് കൊടുക്കാൻ മടിക്കില്ല. വീണ്ടും നമ്മൾ ആ പ്രൈസ് കൊടുത്തുകൊണ്ട് തന്നെ ആ പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് നമ്മൾ തീരുമാനിക്കും. സോ അതുകൊണ്ട് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി വളരെ മികച്ചതാക്കാൻ ശ്രദ്ധിക്കുക. കസ്റ്റമറിൻ്റെ സർവീസ് വളരെ മികച്ചതായിട്ട് മോണിറ്റൈസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് വളർന്നു വരുമ്പോൾ നമ്മൾ ആ ബിസിനസ്സിനെ സിസ്റ്റം ബിൽഡ് ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള ഓട്ടോമേഷൻ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് നമ്മുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ നമ്മളുടെ വരുന്ന ലീഡ്സിനെ എങ്ങനെ സെയിൽസ് ആക്കി മാറ്റാം എന്നുള്ളതിനെ കുറിച്ച് കൂടുതലായിട്ട് റിസർച്ച് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള ഫണൽസ് എല്ലാം സെയിൽസ് ഫണലെല്ലാം നമ്മൾ ബിൽഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള മോണിറ്റൈസേഷൻ എല്ലാം ഉറപ്പുവരുത്തും. നമ്മുടെ ബിസിനസ്സിൽ വളരെ മികച്ച രീതിയിലുള്ള പുതിയ കാര്യങ്ങളെല്ലാം വരുമ്പോൾ, പുതിയ സാങ്കേതിക വിദ്യകളെല്ലാം വരുമ്പോൾ അതെല്ലാം കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് അതിനെ കൃത്യമായി മോണിറ്റൈസ് ചെയ്തുകൊണ്ട് ലാഭത്തിനെ റീഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ബിസിനസ്സിനെ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ഒരു ചെറിയൊരു തുടക്കത്തിൽ നിന്ന് വളരെ വലിയ മികച്ച രീതിയിലേക്ക് നമ്മുടെ ബിസിനസ്സിനെ വളർത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പ്ലീസ് സബ്സ്ക്രൈബ്. ഞാൻ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും നന്ദി. ബൈ ബൈ.